വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് പീലാത്തോസിൻ്റെ ഉത്തരവിൻ പ്രകാരമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനത്തിനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനെ ക്രൂശിച്ചത് പീലാത്തോസ് അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് അല്ലെങ്കിൽ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത് പീലാത്തോസ് അല്ല എന്നുള്ള കാര്യം. ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മത്തായി 26:57 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യാഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ചിട്ട് ആദ്യം കൊണ്ടുപോയത് മഹാപുരോഹിതൻ്റെ അടുക്കിലേക്കാണ്. 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാം, പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അപ്പോൾ ഇവിടെ മഹാപുരോഹിതൻ്റെ നേതൃത്വത്തിൽ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ച് കൊണ്ടിച്ചെന്നത് മഹാപുരോഹിതൻ്റെ വീട്ടിൽ. ആ മഹാപുരോഹിതനും ജനവും കൂടി, ജനത്തിൻ്റെ മൂപ്പന്മാരും കൂടി ആദ്യം തന്നെ യേശുവിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. എന്താണ് അവർ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചത്? അതിനെ നമ്മൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, യേശു മരിക്കണമെന്നുള്ളത് തിരുവെഴുത്തുകളാൽ മുൻകൂട്ടി അറിയിക്കപ്പെട്ട കാര്യമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതലും മരണം വരെയുള്ള, സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്ന വിധത്തിലാണ് യേശുക്രിസ്തു മരിച്ചത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അപ്പം ഈ യേശുവിനെ പിടിച്ചവരെ യേശുവിനെ കൊണ്ട് ഏൽപ്പിച്ചത് എവിടെയെന്നറിയാമോ? മഹാപുരോഹിതൻ്റെ വീട്ടിലും ആ മഹാപുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രിമാരും മൂപ്പന്മാരും എല്ലാം കൂടുന്ന ന്യായാധിപ സംഘത്തിൻ്റെ അടുക്കലാണ്. അപ്പോൾ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാദ്യം തന്നെ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ കൊല്ലാൻ അവരങ്ങ് തീരുമാനിച്ചു. അതെന്തിനാണ് ഈ യേശുവിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചെന്നുള്ളത് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസ് ഗ്രഹിച്ചു. ഈ യേശുവിനെ അവർ കൊല്ലാനുള്ള കാരണം വേദപുസ്തകം പറയുന്നത്, ഈ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജീവചരിത്ര പ്രകാരം യേശുക്രിസ്തു ജനിച്ചത് മരിച്ചതുമെല്ലാം ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ജനത്തെ വീണ്ടെടുക്കേണ്ടതിനും ദൈവത്തെയും ജനത്തെയും നിരപ്പിക്കേണ്ടതിനും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ മഹാപുരോഹിതന്മാരും ആ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസിനെ ഏൽപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്കിടെ അസൂയ നിമിത്തമാണ്. 18-ാം വാക്യത്തിൽ അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് ഗ്രഹിച്ചിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഇവർക്ക് അസൂയ ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് യേശുക്രിസ്തുവിനോട് അസൂയ തോന്നാനുള്ള കാരണം? അത് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. അപ്പം ജനമെല്ലാം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു, യേശുക്രിസ്തുവിനെ പിൻപറ്റി നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ യേശുക്രിസ്തുവിനോട് ജനം സമ്പർക്കം പുലർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ഉള്ള ബന്ധത്തിൽ അവർ ഐക്യതപ്പെട്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ അങ്ങനെയാണ് വയ്ക്കുന്നത്, ജനമെല്ലാം രഞ്ജിച്ചിരിക്കുകയാൽ. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ പ്രഭാഷണം കേൾക്കുവാനായിട്ട് ജനമെല്ലാം ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ദൈവവചനം കേൾക്കുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ജനമെല്ലാം ഒത്തുകൂടി ചെന്ന് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ, ഈ പുരുഷാരമെല്ലാം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നതിൽ
ഈ മഹാപുരോഹിതന്മാർക്ക് അസൂയയുണ്ടായി എന്നുള്ളതാണ്. ആ അസൂയ നിമിത്തമാണ് ഈ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്കും അവരുടെ വചനം കേൾക്കാനായിട്ടും ആരും വരുന്നില്ല. മറിച്ച് യേശുവിൻ്റെ അടുക്കിലേക്കും യേശുവിൻ്റെ വചനം കേൾക്കാനുമായിട്ടാണ് ജനമെല്ലാം പോകുന്നത്. അപ്പോൾ ഈ കാരണത്താൽ അവർക്ക് അസൂയ പൂണ്ട് അവർ പീലാത്തോസിൻ്റെ അനുവാദത്തോടെ ഇവനെ ക്രൂശിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി യേശുവിനെ കൊല്ലണം എന്നിവർ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. അവിടെ നമ്മൾ 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അപ്പോൾ അവർ തന്നെ യേശുവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പീലാത്തോസ് അവരോട് ചോദിക്കുവാണ്, ഇവൻ ചെയ്ത ദോഷം എന്ത് എന്ന് പീലാത്തോസ് ചോദിച്ചു. അപ്പോൾ യേശുവിനെ വിസ്തരിച്ചിട്ട് അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബർബാസിനെ വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, യേശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞത്? മഹാപുരോഹിതന്മാരാണ്. അപ്പോൾ ഇവൻ ചെയ്ത ദോഷം എന്ത് എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അപ്പോൾ യേശു ചെയ്ത ദോഷം എന്താണെന്ന് പറയാൻ ഇവർക്കുണ്ടായിരുന്നില്ല. ഉടനെ ഇവർ പറയുവാണ്, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഈ യേശുവിനെ ക്രൂശിച്ചത് ആരാണെന്നറിയോ? മഹാപുരോഹിതന്മാരാണ്. മഹാപുരോഹിതന്മാരെ യേശുവിനെ ക്രൂശിക്കാനുള്ള കാരണം ഹന്നാവും കയ്യാഫാവും അങ്ങനെ 2 മഹാപുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പുരോഹിതന്മാരാണ് യേശുവിനെ ക്രൂശിക്കുവാൻ തീരുമാനിച്ചതും ആ ശിക്ഷ നടപ്പാക്കണമെന്നുള്ള കാര്യം മാത്രം പീലാത്തോസിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ശിക്ഷയ്ക്ക് വിധിച്ചതും എന്ത് ശിക്ഷയായിരിക്കണമെന്ന് വിധിച്ചതും മഹാപുരോഹിതന്മാരാണ്. അത് നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഈ മഹാപുരോഹിതന്മാരെ ദൈവം നിയമിച്ചത് എന്തിനാണെന്നറിയോ? ജനത്തെയും ദൈവത്തെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാപുരോഹിതന്മാരുടെ ശുശ്രൂഷയിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. അപ്പോൾ ജനത്തെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്ന ആ പദ്ധതിയിൽ മഹാപുരോഹിതന്മാർ പരാജയപ്പെട്ടു. ആ പദ്ധതിയിൽ വിജയിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു ജനത്തെയും ദൈവത്തെയും ഒന്നിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അസൂയ നിമിത്തമാണ് യേശുവിനെ കൊന്നുകളയാൻ ഇവർ തീരുമാനിച്ചതും അതിനുവേണ്ടി പണം മുടക്കിയതും അതിനുള്ള വഴികൾ കണ്ടെത്തിയതും അതിനുള്ള പദ്ധതികൾ ഒരുക്കിയതും എല്ലാം ഈ മഹാപുരോഹിതന്മാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ച അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുവാനുള്ള ശുശ്രൂഷ ഏൽപ്പിച്ച മഹാപുരോഹിതന്മാരാണ് യേശുവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ യേശുവിനെ ജനത്തിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് തയ്യാറായത് പുരോഹിതന്മാരാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പീലാത്തോസ് അല്ല യേശുവിനെ കൊല്ലുവാൻ വിധിച്ചത് മഹാപുരോഹിതന്മാരാണ്. ആ ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം അവർ പുരോഹിതന്മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ആ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് പീലാത്തോസിനെ ഏൽപ്പിച്ച് പീലാത്തോസിനെ കൊണ്ട് ആ ശിക്ഷ നടപ്പാക്കിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ യേശുവിനെ ക്രൂശിച്ചത് പീലാത്തോസ് അല്ല, യേശുവിനെ ക്രൂശിച്ചത് പുരോഹിതന്മാരാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ സമൂഹത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പുരോഹിതന്മാരെന്ന് പറയുന്ന ഒരു വർഗം വാസ്തവത്തിൽ അവരിന്ന് ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല ചെയ്യുന്നത്. ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അന്നത്തെ പുരോഹിതന്മാർ ചെയ്തത് അത് തന്നെയായിരുന്നു. യേശുക്രിസ്തുവിനെ ജനത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റാൻ ഇവർ ശ്രമിച്ചിട്ട് നടന്നില്ല. പുരോഹിതന്മാരെ ഏതു വിധേനയും ജനത്തെ യേശുവിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ യേശുക്രിസ്തുവിനോട് കൂടുതൽ ജനം അടുത്തു വരുന്നതല്ലാതെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടതുകൊണ്ട് അവർ യേശുവിനെ അങ്ങ് തീർത്ത് കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അവർ കൊന്നുകളഞ്ഞത്.
ഇന്നത്തെ പുരോഹിതന്മാർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇന്നത്തെ പുരോഹിതന്മാർ ജനത്തെ യേശുവിലേക്ക് നയിക്കുന്നതിന് പകരം, ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതിന് പകരം ജനത്തെ യേശുവിൽ നിന്ന് അകറ്റിക്കളയുന്നു. എന്നിട്ട് ജനത്തിന് മറ്റു പലരെയും കൊടുക്കുകയാണ്. അന്ന് മഹാപുരോഹിതന്മാർ ആവശ്യപ്പെട്ടത് ആരെയാണെന്നറിയോ? ബറബാസിനെയാണ്. അപ്പം ബറബാസിനെ ജനത്തിന് വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തു. ഇന്നത്തെ പുരോഹിതന്മാരെ ഉണ്ടല്ലോ, യേശുവിനെ ജനത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളഞ്ഞുകൊണ്ട് മറ്റു പലരെയുമാണ് ജനത്തിന് ഇട്ട് കൊടുക്കുന്നത്. മധ്യസ്ഥന്മാരായിട്ടും അവർ രക്ഷകന്മാരായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് സഹായികളായിട്ടുമെല്ലാം ഇന്നത്തെ പുരോഹിതന്മാർ ജനത്തിന് കൊടുക്കുന്നതും മറ്റു പലരെയുമാണ്. യേശുക്രിസ്തുവിനെ ജനത്തിന് കൊടുക്കാൻ ഇന്നും പുരോഹിതന്മാർ തടസ്സമാണ് എന്നുള്ള കാര്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ ജനമെല്ലാം യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ദേവാലയത്തിൽ ചെന്നു. എന്നും ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും വചനം കേൾക്കാനായിട്ട്. ആ കാരണം അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് പുരോഹിതന്മാർ ശ്രമിച്ചത്. ഇന്നത്തെ പുരോഹിതന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പുരോഹിതന്മാരും വചനം ഗ്രഹിക്കാതിരിക്കാൻ, ബൈബിൾ വായിക്കാതിരിക്കുവാൻ, ബൈബിളിലെ സത്യങ്ങൾ അറിയാതിരിക്കുവാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കുന്നത് ഇന്നത്തെ പുരോഹിതന്മാരാണ്. അതിനവർ ചില ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് യേശു അല്ലാതെ മറ്റാരെ വേണമെങ്കിലും ജനത്തിന് ഇട്ടുകൊടുക്കും. ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്നത്തെ പുരോഹിതന്മാർ യേശുക്രിസ്തുവിനും പകരം മധ്യസ്ഥന്മാരാവുകയും അവർ നിയമിച്ച ചിലരെ മധ്യസ്ഥന്മാരാക്കി ജനത്തിന് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവർക്ക് വചനം കേൾക്കുവാനോ വചനം പഠിക്കുവാനോ വചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് തടസ്സം നിൽക്കുന്നതാണ് ഇന്നത്തെ പുരോഹിതന്മാർ. അപ്പോൾ വചനം കേൾക്കുവാനുള്ള അവസരം ലഭിക്കുന്ന സ്ഥലം പെന്തക്കോസ്ത് അല്ലെങ്കിൽ വേറെപ്പെട്ട കൂട്ടങ്ങളാണ്. അപ്പോൾ വേറെപ്പെട്ട കൂട്ടങ്ങളിൽ പോയി ദൈവവചനം കേൾക്കുവാനും ആ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തിലേക്ക് അടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജനം ആഗ്രഹിക്കുമ്പോൾ ജനത്തെ അതിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്ന നേതൃത്വത്തിലാണ് ഈ പുരോഹിതന്മാർ എന്നുള്ളതാണ് മഹാകഷ്ടം. അവർ മതമെന്ന, കർമ്മമെന്ന, ആചാരമെന്ന ഒരു ബന്ധനമുണ്ടാക്കി ആ ബന്ധനത്തിൽ ജനത്തെ തളച്ചിടുകയാണ്. അവർക്ക് വചനം കേൾക്കുവാനോ വചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാനോ അവസരമുള്ള സ്ഥലത്തേക്ക് കടന്നു പോകുവാനായിട്ട് ഈ പുരോഹിതന്മാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. അപ്പം അതുകൊണ്ട് നാം വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ് പുരോഹിത ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുകയും ജനത്തിൽ നിന്ന് ക്രിസ്തുവിനെ നീക്കിക്കളഞ്ഞിട്ട് ജനത്തിന് മറ്റു പലരെയും നൽകുന്നതായ ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്, ഇന്നും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരും വേർപെട്ട കൂട്ടായ്മയിലും ഉള്ളവരാണെങ്കിലും, നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരും ക്രിസ്തു മതത്തിലുള്ളവരാണെങ്കിലും, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിനെ ക്രൂശിച്ചതും ശിക്ഷയ്ക്ക് വിധിച്ചതും പീലാത്തോസല്ല. പീലാത്തോസിനെ കൊണ്ട് മഹാപുരോഹിതന്മാർ ആ ശിക്ഷ നടപ്പാക്കിച്ചു എന്നേ ഉള്ളൂ. ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരമുള്ളത് പീലാത്തോസിനായതുകൊണ്ട് പീലാത്തോസിനെ കൊണ്ട് ആ ശിക്ഷ നടപ്പാക്കിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശിക്ഷയ്ക്ക് വിധിച്ചത് പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാർ ശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള കാരണം, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം തയ്യാറായിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പോയി വചനം പഠിക്കുവാൻ ജനം തയ്യാറായപ്പോൾ ജനത്തെ നശിപ്പിച്ച് കളയാൻ കഴിയാത്തത് കൊണ്ട് ജനത്തെ വചനം പഠിപ്പിക്കുന്ന യേശുവിനെ നശിപ്പിച്ച് കളയാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലത്ത് അനേക പ്രസ്ഥാനങ്ങളും ധ്യാനകേന്ദ്രങ്ങളും പള്ളികളും അതുപോലെയുള്ള ഒരുപാട് ആരാധനാലയങ്ങളുമുണ്ട്. അവിടെയെല്ലാം സംഭവിക്കുന്നതെന്നറിയോ? അവിടെ യേശുവിലേക്ക് ജനത്തെ നയിക്കാതിരിക്കേണ്ടതിന്, ജനം യേശുവിൻ്റെ പിന്നാലെ പോകാതിരിക്കേണ്ടതിന്, ജനത്തിന് ആവശ്യമുള്ള
മറ്റു പലരെയും അവർ ഇട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ നീട്ടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ വച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനം കേട്ട് ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ യേശുക്രിസ്തുവിനെ അനുഗമിക്കാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്ത, യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാത്ത വ്യക്തികൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മതത്തിൻ്റെ നേതാക്കന്മാർ മതത്തിൽ ഉള്ളവരെ മതത്തിൽ തളച്ചിടാൻ വേണ്ടി, മതത്തിൽ നിന്ന് സ്വതന്ത്രരാകാതിരിക്കാൻ വേണ്ടി യേശു എന്ന ആ ദൈവപുത്രനെ അവരിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് ഈ മതത്തിൻ്റെ പുരോഹിതന്മാരായിരിക്കുന്ന ഈ പുരോഹിതന്മാർ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, നരകത്തിലേക്ക് നയിക്കുവാനുള്ള പല വഴികളും ഒരുക്കി കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഇന്ന് പുരോഹിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വേദപുസ്തകം നമ്മെ ദൈവത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും അടുപ്പിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കാതിരിക്കാൻ തക്കവണ്ണം ഇന്നത്തെ പുരോഹിതന്മാർ മറ്റു പല തന്ത്രങ്ങളും മന്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനത്തിന് നൽകിക്കൊണ്ട് വേറെ പലരെയും മധ്യസ്ഥരാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെയും ജനത്തെയും ഭിന്നിപ്പിക്കുക, യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടാതെ ജനത്തെ യേശുവിൽ നിന്ന് അകറ്റിക്കളയുന്ന ശുശ്രൂഷയാണ് ഇന്നത്തെ പുരോഹിതന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുരോഹിത മേധാവിത്വത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.